കൗൺസിലറെ എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചത്. കൗൺസിലറെ ബോഡിയാണെന്ന് തോന്നുന്നു ഇവിടെ രാമചന്ദ്രൻ തോന്നി നമ്മുടെ ഈ ഭാഗത്ത് ഉള്ള പോലെ തോന്നി ഇവിടെ ആളെന്ന് കൂടി പോകുന്ന വണ്ടിക്കാരെല്ലാം ബ്ലോക്കായി ഭയങ്കര. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മേയറൊക്കെ വന്നു. ആ സ്കൂബ ഡൈവിൻ്റെ ആൾക്കാരാണ് ഈ ബോഡി അകത്തിറങ്ങി എടുത്തത്. പഴവങ്ങാടി മുതൽ ഉപ്പിലാമ്പട് പാലമ്പട് എൻ്റെ വാർഡിൽ കൂടെയാണ് ഈ രാമചന്ദ്രൻ തോട് പോണത്. ഇവിടെ ഈ മാലിന്യം കൊണ്ട് തന്നെ നേരത്തെ മന്ത്രിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ആന്റണി കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചതും മറ്റേ കളക്ടറുടെ ചേംബറിൽ വെച്ചായിരുന്നു മീറ്റിംഗ് കൂടിയത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നു ഇറിഗേഷൻ്റെ. ബോഡി കിടന്ന സമയത്തുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഈ ബോഡി കാണാതായപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്ത് ആദ്യം നോക്കി. കാരണം ഒഴി ഇങ്ങോട്ടാണ് വരാൻ സാധ്യതയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കി. അപ്പോൾ രാവിലെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ നോക്കി, കണ്ടില്ല. ഉച്ചയ്ക്ക് മുന്ന് നോക്കി, അവിടെ എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ തമ്പാനത്ത് പോകുന്നത്. അവിടെ പോയി അവരോടൊപ്പം ഞാൻ നിന്ന് മനസ്സിലാക്കിയിട്ട് പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരത്തിൽ ഞാൻ വീട്ടിൽ പോയി. ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ കുളിച്ചിട്ട് അമ്പലത്തിൽ വീട്ടിൽ കുളിച്ച് അമ്പലത്തിൽ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വെളിയിറങ്ങിയിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു. കൗൺസിലറെ എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചത്. കൗൺസിലറെ ബോഡിയാണെന്ന് തോന്നുന്നു ഇവിടെ രാമചന്ദ്രൻ തോന്നി നമ്മുടെ ഈ ഭാഗത്ത് ഉള്ള പോലെ തോന്നുന്നു. ഞാൻ ഉടനെ പെട്ടെന്ന് എൻ്റെ ഒരു കണ്ടറിയും കൊണ്ട് വിളിച്ചു ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ബോഡിയെ പോലെ കിടന്ന് കമന്നാണ് കിടക്കുന്നത്. പക്ഷേ തുണി നേരത്തെ ധരിക്കുന്ന തുണിയൊന്നും കാണാനില്ല. അത് ഈ ഒരു വേസ്റ്റ് പോലെ വെളികളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയത് നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ വെളിയിലൊക്കെ വെച്ചിരിക്കുമല്ലോ ഡിസ്പ്ലേ, അത് വല്ലതാണോ എന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ ഇതിപ്പോഴത്തും ഇത് തലയൊക്കെ കാണുന്നു. മുടി തലമുടിയുടെ സാധനം കാണുന്നു, തല കണ്ടു. അപ്പോൾ ബോഡി ആണെന്ന് വിളിച്ചത്. അപ്പം പിന്നെ ഞാൻ നേരെ ഇരിക്കുന്നില്ല പോയി എത്തിട്ട് നേരെ വിളിച്ച് അദ്ദേഹം അപ്പം എടുത്തിട്ട് പിന്നെ തിരിച്ചിരിക്കും. ആളെല്ലാം കൂടി എടുക്കുകയാണ്. തിരിച്ച് ഞാൻ അപ്പം തന്നെ ഇവിടെ വിളിച്ചു എയർപോർട്ടിൽ വണ്ടി സ്റ്റേഷനിൽ വിളിച്ചു. അവർ ഉടനെ അവിടെ സ്റ്റേഷനിൽ തന്നെ തിരിച്ച് വിളിച്ചു. ഒരുപാട് അയക്കാൻ ഉടനെ എത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഉടനെ എത്തി. ഇതിനിടയ്ക്ക് ഇവിടെ ആളെന്ന് കൂടി പോകുന്ന വണ്ടിക്കാരെല്ലാം ബ്ലോക്കായി ഭയങ്കര. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മേയറൊക്കെ വന്നു. ആ സ്കൂബ ഡൈവിൻ്റെ ആൾക്കാരാണ് ഈ ബോഡി അകത്തിറങ്ങി എടുത്തത്. ഇതൊരു 2010 ഞാൻ കൗൺസിലർ നഗരസഭയുടെ വീഴ്ചയാണ്. ഈ വേസ്റ്റ് മാലിന്യം മാറ്റാത്തത് തീർച്ചയായിട്ടും നഗരസഭയുടെ വീഴ്ചയാണ്. കാരണം 2010 ഞാൻ കൗൺസിലർ ആകുന്നത് മുതൽ അന്ന് മുതൽ ഈ രാമചന്ദ്രൻ തോടിന് വേണ്ടി ഞാൻ പ്രതികരിക്കുകയാണ്. കൗൺസിലർ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ന് വന്നാലും ഒരു രാമചന്ദ്രൻ തോടെ ഉള്ളൂ പറയും. കളിയാക്കിയാൽ നമ്മുടെ ശ്രദ്ധയെ കാണുന്ന നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിനല്ലേ. പഴവങ്ങാടി മുതൽ ഉപ്പിലാമ്പട് പാലമ്പട് എൻ്റെ വാർഡിൽ കൂടെയാണ് ഈ രാമചന്ദ്രൻ തോട് പോണത്. ഇവിടെ ഈ മാലിന്യം കൊണ്ട് തന്നെ നേരത്തെ മന്ത്രിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ആന്റണി കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചതും മറ്റേ കളക്ടറുടെ ചേംബറിൽ വെച്ചായിരുന്നു മീറ്റിംഗ് കൂടിയത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നു ഇറിഗേഷൻ്റെ. അന്ന് മന്ത്രിയുടെ മീറ്റിങ്ങിൽ മധ്യസ്ഥയിൽ പറഞ്ഞത് സൈഡ് വാളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കെട്ടി വേരലായിട്ട് നനഞ്ഞാൽ ചീത്തയാകാത്ത തടിയുണ്ട്. ഇപ്പോൾ പണ്ട് അതില്ല, ഇപ്പോൾ ആ തടി ഇറങ്ങിയിട്ടുണ്ട്. ആ തടി ഇട്ട് നമുക്ക് അവിടെ ഇവിടെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യത്തക്ക രീതിയിലുള്ള പേരലായിട്ട് മൂടാം എന്ന് മന്ത്രി മുമ്പായി ഏറ്റതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ചെയ്തില്ല. ഈ രാമചന്ദ്രൻ തോടിൻ്റെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വർഷാവർഷം ചെലവഴിച്ചു. പക്ഷേ അതിന് ശാശ്വതമായൊരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇത് പേരലായിട്ട് മൂട തന്നെ വേണം. മാലിന്യം അപ്പപ്പോൾ മാസത്തിൽ ഈ രാമചന്ദ്രൻ തോട്ടിലേക്ക് വേണ്ടി മാത്രം കുറച്ച് ജീവനക്കാരെ ഏത് മുതൽ ഏതുവരെയാണോ ഉള്ളത് അവരെ നിയമിച്ച് വേസ്റ്റ് അപ്പം മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുന്നത്.